നമസ്കാരം, പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്കിന്ന് അരവണ പായസം തയ്യാറാക്കാം. അരവണ പായസം തയ്യാറാക്കാനായിട്ട് ഞാനൊരു 1/2 കിലോ ചമ്പാ പച്ചരി വാങ്ങി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 കിലോ നല്ല കറുത്ത ശർക്കര, കറുത്ത മുന്തിരി, കൽക്കണ്ടം, ഏലക്ക, നെയ്യ്, ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമുക്ക് അരവണ പായസം തയ്യാറാക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളത്. ആദ്യം നമുക്ക് ശർക്കര പാവ് കാച്ചി അരിച്ച് മാറ്റി വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളിയെടുത്ത് അടുപ്പിലോട്ട് വെച്ച് നമുക്ക് ശർക്കര പാവ് കാച്ചാൻ തുടങ്ങാം. ശർക്കര നമ്മൾ പാവ് കാച്ചി മാറ്റി. ഇനി നമുക്ക് അതേ ഉരുളിയിൽ തന്നെ കഴുകി വൃത്തിയാക്കി വച്ചേക്കുന്ന അരി വറുത്ത് പായസത്തിനുള്ള പരിപാടി തുടങ്ങാം. അരി നെയ്യിൽ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. നമ്മൾ വാഷ് ചെയ്ത് തോർത്തി വച്ചേക്കുന്ന ചമ്പാ പച്ചരി ഇത് നമുക്ക് ഈ നെയ്യിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിനി തിളപ്പിച്ച് വച്ചേക്കുന്ന വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ 1/2 കിലോയാണ് അരി. അതിൻ്റെ വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ 3 ഇരട്ടി വെള്ളം ഒഴിച്ച് വറ്റിച്ചെടുക്കണം. ഇനി അരി നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ കറുത്ത മുന്തിരി ഇട്ട് കൊടുക്കാം. അരി നല്ല രീതിയിൽ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുക്കി വച്ചേക്കുന്ന ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കണം. നമ്മുടെ അരവണ ഏകദേശം വറ്റി റെഡിയായി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി അതിനെ ഏലക്കാപ്പൊടിയും കൽക്കണ്ടവും ഇട്ട് വാങ്ങി മാറ്റാം. ക്രിസ്റ്റൽ ടൈപ്പിലുള്ള കൽക്കണ്ടവും നമുക്കിതിലേക്ക് ആവശ്യത്തിന് കൽക്കണ്ടം ഇട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ അരവണ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ അരവണ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കുക. അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളുമായി വരുന്നവരേക്കും നന്ദി, നമസ്കാരം.